മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. കുഴുപ്പിള്ളിയിൽ മത്സ്യഫെഡിന്റെ മികവ് 2025 വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ₹1 പോലും ചെലവഴിക്കേണ്ടി വരില്ലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇഷ്ടമുള്ളത്രയും പഠിക്കാമെന്നും സഹായവുമായി സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കുഴുപ്പള്ളിയിൽ മത്സ്യഫെഡിന്റെ മികവ് 2025 വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഈ വർഷം മാത്രം 26 കുട്ടികളാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി ₹56 കോടി ചെലവഴിച്ചിട്ടുണ്ട്. വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഉൾപ്പെടെ സർക്കാർ സഹായിക്കും. തീരത്തിന്റെ മക്കൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെയായി മാറേണ്ടതുണ്ട്. പരീക്ഷയിൽ ഫുൾ A+ നേടുക എന്നതല്ല ജീവിതത്തിന്റെ വിജയം കരസ്ഥമാക്കുന്നതാണ് കാര്യമെന്നും സ്വയം പഠിപ്പിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടി ചെയ്യണമെന്നും അവാർഡ് ജേതാക്കളോട് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംയോജിത ആധുനിക നായരമ്പലം മത്സ്യഗ്രാമം പദ്ധതി നിർമ്മാണോദ്ഘാടനവും ഓട്ടോ കിയോസ്കുകളുടെ വിതരണവും ദേശീയതലത്തിൽ മികച്ച FFPOയ്ക്കുള്ള അവാർഡ് ലഭിച്ച ഞാറയ്ക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘത്തെ ആദരിക്കലും ഇൻഷുറൻസ് ധനസഹായ വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. കുഴുപ്പിള്ളി അയ്യമ്പള്ളി സഹകരണ നിലയത്തിൽ നടന്ന ചടങ്ങിൽ KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് MD ഡോക്ടർ P സഹദേവൻ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഭരണസമിതി അംഗം T രഘുവരൻ, ജില്ലാ മാനേജർ KS സുനിത, മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ, കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. 10 ടെക്നിക്കൽ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കും ഈ ഗവൺമെന്റ്. അവിടെ ഏറ്റവും ആധുനികമായ AI അടക്കമുള്ള കോഴ്സുകൾ വരാൻ പോകുന്നു. അതിന്റെ രൂപം മാറ്റും, അതിന്റെ ഘടന മാറ്റും, അതിന്റെ സ്ട്രക്ചർ മാറ്റും. പഠിച്ച ജോലി കിട്ടണം. വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കുക. നിങ്ങൾ തീരത്തെ സ്കൂളുകൾ നോക്കൂ. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്കാണ് ഈ ഉണ്ണിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. കാരണം എന്തോ പറഞ്ഞാലും അദ്ദേഹത്തിന് മണ്ഡലമുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്. ഇഷ്ടം പോലെ കാശ മേടിച്ചോണ്ട് പോകും. ഇനിയും കൊടുക്കും. ഈ മണ്ഡലം വൈപ്പിൻ മണ്ഡലം എടുക്കും. ഞാൻ വേറെ മണ്ഡലത്തിൽ പോലെ വൈപ്പിൻ മണ്ഡലത്തെ തീരത്തെ സ്കൂളുകൾ എല്ലാം ഒന്നിനൊന്ന് മികവിന്റെ കേന്ദ്രമായി മാറും. ഉറപ്പ്. ഞാൻ 57 സ്കൂൾ കെട്ടിടങ്ങൾ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത് വേറെ. ഞങ്ങളുടെ തീരദേശ കോർപ്പറേഷൻ വഴി 57 സ്കൂളുകൾ ചെയ്തു. ഈ കേരളത്തിന്റെ തീരമേഖല ഇത്രയും സ്കൂളുകൾ ഇത്രയും ഉന്നത നിലവാരത്തിലേക്ക് മാറി, ഇത്രയും ഉയർന്ന തലങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും കൂടി, ഏറ്റവും നല്ല ടോയ്ലറ്റ് സംവിധാനം കൂടി മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയ ഒരു കാലമുണ്ടോ ഇതിനു മുമ്പ്? എല്ലാ സ്കൂളും മെച്ചപ്പെടുത്തുക. ഈ വർഷം പ്രതിഭാതീരം എന്ന പദ്ധതിയുടെ ഭാഗമായി 70 ലൈബ്രറികൾ പഠന കേന്ദ്രങ്ങളാക്കുകയാണ്. ഇവിടെ നിന്നിട്ടുണ്ടാവും. ഇവിടെയുണ്ട്. ഒരു വായനശാല, ഗ്രന്ഥശാല എടുത്താൽ എല്ലാ സാങ്കേതിക സംവിധാനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ സംവിധാനം, കമ്പ്യൂട്ടേഴ്സ് പഠിക്കാനുള്ള സംവിധാനം, പരിശീലിക്കാനുള്ള സംവിധാനം എല്ലാം കൊടുക്കുകയാണ്.